ഞാൻ നേരത്തെ പറഞ്ഞു രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് സുഹൃത്തുക്കളാണ്. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് അടുത്തതായി നമ്മുടെ ഈ വേദിയിലേക്ക് എത്തുന്നത്. നമുക്കെല്ലാവർക്കും പരിചിതനായ അദ്ദേഹത്തെ ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. നടനും തിരക്കഥാകൃത്തും സംവിധായകനും ഗായകനുമെല്ലാമായ ശ്രീ വേണു നാഗവള്ളി. വേണുചേട്ടന് മാത്രം കണ്ടിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ വേണുചേട്ടനെ പോലെ വളരെ കുറച്ച് പേർക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ആരും വേണുചേട്ടനോട് പിണങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ആർക്കും വേണുചേട്ടനോട് പിണങ്ങാൻ പറ്റില്ല. പക്ഷേ വേണുചേട്ടൻ നമ്മളോട് എല്ലാവരോടും പിണങ്ങും. കാരണം നമുക്ക് വേണുചേട്ടനോട് പിണങ്ങാൻ പറ്റാത്തത് നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം നമുക്ക് വേണുചേട്ടൻ എപ്പോഴും വാരിക്കോരി തരും. എനിക്കെന്നല്ല ആർക്കും. പക്ഷേ വേണുചേട്ടൻ പെട്ടെന്ന് ഒരാളോട് പിണങ്ങുന്ന ഒരു പക്ഷേ ചിലപ്പോൾ വേറൊരു സുഹൃത്തിനെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ മുറിവേൽപ്പിക്കുന്ന വാക്ക് പറഞ്ഞതിനാവാം, അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വേർഡ് അവിടെ ഉപയോഗിച്ച നിസ്സാര കാര്യം മതി വേണുചേട്ടന് പിണങ്ങാൻ. വളരെ സിൻസിയറിറ്റി ഉള്ള ഒരാൾ. അപ്പം അങ്ങനെ ഒരു പിണക്കം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിണക്കം വേണുമായിട്ട് ഉണ്ടായിട്ടില്ല. ഇല്ല അല്ലേ? പക്ഷേ വേണുവിനെ ആദ്യം കാണുമ്പം തന്നെ ഒരു ഗായകനാകാനുള്ള രീതിയിലാണ് എൻ്റെ പരിചയപ്പെട്ടത്. വേണുവിനെ അല്ല ഇപ്പോൾ പറയേണ്ടത്. പിന്നെ ആകാശവാണിയിൽ എനിക്ക് ജോലിക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷ ഫാർ എഴുതി തന്നത് വേണുവിൻ്റെ അച്ഛനാണ്, കുറിപ്പേരനാണ്. അതുപോലെ വേണുവിൻ്റെ അമ്മയെ എൻ്റെ അച്ഛൻ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു സംഗീതജ്ഞനായിട്ടോ സംഗീത സംവിധാനമായിട്ടോ എനിക്ക് കാണാനേ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ചേട്ടനായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ചിലപ്പോൾ ഓനക്കുട്ടി ചേച്ചിയാണെങ്കിലും ശ്രീകുട്ടനാണെങ്കിലും ഒരു കുടുംബമായിട്ടാണ്. അതിന് കാരണം മലബാർ സാറ് തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് രാജനെ ഞാൻ കാണുന്നത്. രാജൻ്റെ അച്ഛൻ അന്ന് തൊട്ട് തുടങ്ങിയ ബന്ധം ഇന്നും അതുപോലെ പിണക്കെന്ന് മാത്രമല്ല വഴക്കിടും ഞങ്ങൾ. വഴക്കിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രാജൻ ഒരിക്കലും പിണങ്ങിയിട്ടില്ല എൻ്റെ അടുത്ത്. മലബാറിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള വരവ് തൊട്ട് തന്നെ തുടങ്ങി. അത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ശരിക്കും രാജൻ ചേട്ടനൊക്കെ തിരുവനന്തപുരത്തുള്ള ആളാണെന്നാണ്, തിരുവനന്തപുരത്തുകാരനാണെന്ന് മലബാറില്ല രാജനെ പറയും. അതായത് അച്ഛൻ നാടകത്തിൽ ഹാർമോണിസ്റ്റായിരുന്നു. അന്ന് ഈ തമിഴ്നാട്ടിലൊക്കെ പോയി ഈ പരിപാടി നടത്തുമ്പോഴേ മലബാറിൽ നിന്ന് വന്നവർ മലബാർ പോകാനെന്നായിരുന്നു. മലബാറുമായിട്ട് ബന്ധമുണ്ടായിട്ടല്ലേ? മലബാറുമായിട്ട് ബന്ധമില്ല, എൻ്റെ ഭാര്യയ്ക്കേ ഉള്ളൂ മലബാർ. ഇനി ഒരു പരിചയം രാഷ്ട്രൻ്റെ എനിക്ക് രാഷ്ട്രീയ ബന്ധത്തിൽ ദേവരാം മാസ്റ്ററുടെ ശരശയിലെ പാട്ട് പാടിയില്ലേ, ശാരിക അത് പാടിയിട്ട് വന്നപ്പോൾ രാഷ്ട്രം പറഞ്ഞിടാ ഒരു ഭയങ്കര കളിപ്പീരായിപ്പോയി. വെളുപ്പംകാലത്ത് ഒരു ബ്യൂഗിളും ഒരു കൊട്ടും വെച്ചിട്ട്. അപ്പോൾ ഞാൻ സൈക്കിളിൽ നിന്ന് രാഷ്ട്രനെ കയറ്റി ഫ്രണ്ട് ഇരുന്ന് ചവിട്ടി ആകാശവാണിയിൽ കൊണ്ടുപോകാൻ. രാഷ്ട്രീയ സൈക്കിളിൽ നിന്ന് പാടി തന്നു അയ്യോ. ഞാൻ രാഷ്ട്രീയ നല്ല പാട്ടല്ലേ ഇത്, ആണോ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. വളരെ ഇഷ്ടപ്പെട്ടു ആ പാട്ട്, അതുപോലെ ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ വേണുവിനെ ആദ്യം ഒരു പാട്ട് ഞാൻ പഠിപ്പിക്കുന്നത് ONV സാർ എഴുതിയൊരു പാട്ടാണ്. മയിൽപ്പീലി മുടി ചൂടും മുകിൽ വർണ്ണ, മയിൽപ്പീലി മുടി ചൂടും മുകിൽ വർണ്ണ ഗുരുവായൂർ മതിലകത്തുള്ളി ചിന്നും മണിവിളക്കേ. അത് ആകാശവാണിക്ക് വേണ്ടിയിട്ട്. ആകാശവാണി അതിൽ വലിയ ഒരു സംഭവമുള്ളത് ആലപ്പി ട്രാൻസ്മിറ്റർ വന്ന ഒരു വലിയ സംഭവമായിരുന്നു. അതിലെ യുവാണിയിൽ ആദ്യമായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത ലളിതഗാനമായിരുന്നത്. അന്നത് വലിയ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു നടക്കുമായിരുന്നു. പിന്നെ രാജേട്ടാ നമ്മുടെ ഗാനമേള കുറേ രാജേട്ടൻ ഓർഗനൈസ് ചെയ്തിട്ട് ചിത്രയൊക്കെ ഒന്ന് ഫ്രോക്കൊക്കെ ഇട്ട് അങ്ങനെ ജയലക്ഷ്മി, ബീന അല്ലേ, ഒരുപാട് പേരങ്ങനെ. നമ്മുടെ സുരേഷ് ഗോപിയുടെ രാധിക. പിന്നെ രണ്ടുപേർക്കും തമ്മിൽ ഞങ്ങൾ കാണാറുള്ളൊരു ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഈ രാധാകൃഷ്ണൻ ചേട്ടൻ ഒരിക്കലും ഒരു ബഹള പാട്ടുകൾ ചെയ്യാറില്ല. എല്ലാം വളരെ മെലോഡിയസ് ആയിട്ടുള്ള അല്ലേ, എല്ലാം ഇങ്ങനെ നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു എന്ന് പാടുന്ന പോലുള്ള പാട്ടുകളോടാണ് രാധാകൃഷ്ണൻ ചേട്ടന് ഇഷ്ടം. വേണുചേട്ടൻ്റെ അഭിനയവും അങ്ങനത്തെയാണ്. എപ്പോഴും ഒരു ബഹളം അല്ലെങ്കിൽ ഒരു ഓളമുള്ള ഒരു ലൗഡായിട്ടുള്ള അഭിനയമല്ല എന്നും വേണിച്ചിട്ടുണ്ട്. വളരെ അങ്ങനൊരു സാമ്യം ഞങ്ങൾ എപ്പോഴും പറയും ഇങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ടും. അതിൽ പതിഞ്ഞു എന്ന് ഞാൻ രാജേഷനെ പറ്റി പറയില്ല. കാരണം രാജേഷൻ്റെ സംഗീതം എന്ന് പറയുന്നത് മലയാള സിനിമയിലേക്ക് ഒരു പുതിയ ധാര വരികയായിരുന്നു. അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, രാജേഷനെ തെറ്റാണ് ക്ഷമിക്കണം, രാധാകൃഷ്ണൻ്റെ ഒരു ഗായകനിലെ ആലാപന ശൈലിയുടെ പ്രത്യേകതയാണ് ആ സംഗീതത്തിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സത്യമാണ് അല്ലേ? ചില പ്രത്യേക ടച്ചസ്. ഇപ്പം അഗ്നിദേവനിൽ തന്നെ നമ്മുടെ ശ്രീകുട്ടൻ പാടിയ പാട്ട് നിലാവിൻ്റെ ആ ചെറിയ തിങ്സ് ഉണ്ടല്ലോ, അതിലാണ് ഒരു ഭംഗി വരുന്നത്.
അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് മൃദുല എന്നുള്ളത്. ഓ മൃദുല. അതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല പാട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു വികാരം അത് ഈ പറഞ്ഞില്ലേ അസാധ്യ പാട്ടാണ് അത്. ഒരു 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 കൺവെൻഷണൽ സോങ്ങേ അല്ല അത്. അതാണ്. എന്നാണ് ചേച്ചി ആദ്യം വേണുചേട്ടനെ കാണുന്നത്? രാജേട്ടൻ കല്യാണം കഴിച്ച അല്ല, അതിന് മുൻപ് എനിക്ക് വേണുവിനെ അറിയാം. വേണു ഒരു പാട്ടുകാരനായിട്ടാണ്. ഞാൻ രാജനെ പറയാം, ഇവരൊക്കെ രണ്ടുപേരെ പത്മജൻ ഗിരിജൻ കണ്ട നോക്കാത്ത ചെറുപ്പക്കാരില്ലായിരുന്നു. മാത്രമല്ല അത്ര സുന്ദരി ഇപ്പോഴും കണ്ടില്ലേ. അങ്ങനെ തന്നെ രാജേഷൻ ചേട്ടനെ നോക്കിയത്. ആ സമയത്ത് വേണുവിന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. യുവവാണി വേണു ആകാശവാണി കയറുന്നതിന് മുൻപാണ് യുവവാണി ഒന്നിച്ച് ഞാൻ അന്ന് ആകാശവാണിയിൽ ചില കഥകൾ വായിക്കാനും പ്രോഗ്രാം അവതരിപ്പിക്കാനൊക്കെ പോകാറുണ്ട്. അങ്ങനെ വേണുവായിട്ട് ഒരു യുവവാണി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ വേണു ആകാശവാണി ജോലി എഴുത്തുണ്ട്, കഥകൾ എഴുതുമായിരുന്നു. അന്നൊക്കെ ശാസ്ത്രീയ രാഗത്തിന് ലളിത ഭാവങ്ങളിലേക്ക് രാഷ്ട്രീയ പാട്ടുകൾ എത്തിച്ചു എന്നുള്ളത് സത്യമല്ലേ? അതിൻ്റെ ഒരു കാരണക്കാരൻ ഞാനും കൂടാണ്. പക്ഷേ നമ്മുടെ ദേവരാം മാഷുണ്ട്. ഞാൻ ദശാമൃസ്വാമി ദേവരാം മാഷിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയൻ വന്നപ്പോഴത്തേക്കും ഓർക്കസ്ട്രേഷനിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഈ അടുത്ത കാലത്ത് ദാസുപാടി ഒരു പാട്ടിന് എനിക്ക് അവാർഡ് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി. ആ പാട്ടിൻ്റെ പെർഫെക്ഷനാണ് അതിൻ്റെ. പെർഫെക്ഷൻ മാത്രമല്ല, അതിനകത്ത് ആ ഭാവം, ദാസൻ്റെ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾ സിംഗേഴ്സിനെ ശ്രദ്ധിക്കേണ്ട അതൊക്കെയാണ്. ഒരു വേഗത്തിൽ പോകണം സംസ്കാരം. ലോലം എന്നൊക്കെ പറയുമ്പോഴേ അയ്യോ നമുക്കതിൻ്റെ അർത്ഥം അറിയാതെ മനസ്സിലേക്ക് വരും. അതാണ് സംഗീതം ക്യാപ്സുലായിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇത് ഗുരുവിന് കാല് തടവി കൊടുത്തും അങ്ങനെ അഭ്യസിച്ചല്ലേ. അതിൻ്റെ ഇപ്പോൾ ദാസൻ്റെ ഒക്കെ സംസ്കാരം അതല്ലേ. അതിനൊരു ഉദാഹരണം നമുക്ക് ഈ രവീന്ദ്രൻ്റെ കാര്യം തന്നെ പറയാം. രവി അന്ന് സെക്കൻഡ് ഇയർ പഠിക്കുക. അപ്പോൾ ഗാനഭൂഷണത്തിന് കുമാരസ്വാമി സാർ വന്ന് പാടും ചിലപ്പോൾ വെളിയിൽ നിന്ന്. അപ്പോൾ ഒരിക്കലും സിന്ധുഭൈരവി ഇങ്ങനെ പാടിയപ്പോൾ രവിയൊക്കെ ഇങ്ങനെ വെളി വന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ ആ സിന്ധുഭൈരവി ഞാൻ കേട്ടപ്പോഴാണെന്നറിയോ, ഹരിമുരളിയിൽ ആ പാട്ട്. അപ്പോൾ ആ ഒരു ശിക്ഷണം എന്ന് പറയുന്നത് ആ ഒരു നല്ല പാട്ട് നോക്കി കിട്ടാനും അങ്ങനെ അന്ന് പഠിക്കാൻ സാധിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയതല്ലേ. ഇപ്പം ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഗുരുനാഥന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും പാടണമെന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിരുന്നു. ഞാൻ ഈ മുടിയൊക്കെ വളർത്തിക്കൊണ്ട് അവിടെ ചെന്ന് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ ചെന്ന്. അപ്പോൾ അന്ന് ഈ കുരുക്കുഴ പോലെ ഇങ്ങനെ വെക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ചെമ്മൂർ സ്വാമി അന്ന് പ്രിൻസിപ്പൽ ഒരു ദിവസം എന്നെ വിളിച്ചു, വാ ഇതെന്താന്ന് എൻ്റെ തലയിൽ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുടി വിളവ് പോരും എന്ന് പറഞ്ഞ് ചേട്ടണ എടുത്തത്. നമ്മുടെ മേട്ടുകട ജംഗ്ഷനിൽ പോയി ഞാൻ ഒരു വളവ് കുറച്ചു. അങ്ങനെ 3 പ്രാവശ്യം വെട്ടിച്ചത്. 3 പ്രാവശ്യം വെട്ടിച്ച് കഴിഞ്ഞപ്പം ഞാനന്ന് വളരെ ലീനായിരുന്നു. അപ്പോൾ ഈ പറ്റ മുടിയും ഈ പിന്നെ ഉടുപ്പും ഒക്കെ ആയിട്ട് നിന്നപ്പോഴത്തേക്ക് അച്ഛൻ വന്ന് ചോദിച്ചു, നിനക്കെന്ത് വലിയ പനി വല്ലതും വന്നത്, പനി വന്ന് കിടന്നോ നീ? അപ്പോൾ സ്വാമി വിളിച്ചു പറഞ്ഞു, ഇത് നിങ്ങളിപ്പോൾ ഒരുപാട് പാടുന്നുണ്ട്, തല വേർത്ത് ഒച്ചയടച്ചത് വെച്ച് പിന്നെ നീ പാടും, അതിൻ്റെ ശരീരത്തിനെ നല്ലപോലെ ബാധിക്കും, അതുകൊണ്ടാണ് വെട്ടിച്ചത്. അല്ലാണ്ട് എൻ്റെ ഒരു പരിഷ്കാരം കുറച്ചുകളെന്ന് വിചാരിച്ചല്ല. ഞാൻ രാഷ്ട്രീയം പാട്ട് പഠിപ്പിക്കാനായിട്ട് ലളിതഗാനം പഠിപ്പിക്കാൻ പോകുമ്പോഴത്തേക്കും മലബാർ സാർ ഇങ്ങനെ ബെഞ്ചിലിങ്ങനെ ഇരിക്കും. പയ്യെ മുറിയുടെ അടുത്ത് വന്ന് ഇരിക്കും. അപ്പോൾ അമ്മ പറയും, ഓ ശിഷ്യയുടെ മോൻ പാടുന്ന എങ്ങനെയാണെന്ന് കേൾക്കാൻ പോയി നിൽക്കുക, ഒരു മനുഷ്യരെ ശ്രദ്ധിക്കാൻ. ഇങ്ങനത്തെയുള്ള ബന്ധം കുടുംബപരമായി തന്നെ വളരെ ചെറുപ്പത്തിലുള്ള അടുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അത്തരം ആ സദസ്സുകളൊക്കെ ഓർമ്മയുണ്ട്? കുറുപ്പ് സാറും മലബാർ സാറും എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഇവരുടെ തമാശകളും. മലബാർ ഗവർണർ സാർ തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടത്. നമ്മുടെ ശ്രീകുട്ടൻ്റെ ഡിറ്റോ. ശരി, മനസ്സിലായി. കുറച്ചൊരു പൊക്കമുണ്ടല്ലോ ശ്രീകുട്ടന് കുറച്ചൊരു പൊക്കമുണ്ട്. അപ്പം എൻ്റെ അല്പം സാറാധികം മിണ്ടത്തേയില്ല, വളരെ ഒതുങ്ങി ഇങ്ങനെ അടുത്ത ദിവസം ഇങ്ങനെ നടന്നു. അപ്പം ഞാൻ വീടിൻ്റെ വാതിക്കൽ വായുനോട്ടം സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കും. കണ്ടാ എന്താ കുഞ്ഞേ അച്ഛനുണ്ടോ അവിടെ? ഇല്ല അച്ഛൻ വന്നില്ല സാർ. അവളുണ്ടോ അവിടെ? എൻ്റെ അമ്മയാണ്. ഉണ്ട്, കയറും. രായമോ എന്ന് വിളിക്കുന്നു. അമ്മ അടുക്കളയിലായിരിക്കും. അമ്മ എന്തോ ഓടി വന്ന്, സാർ ഞാൻ ഒരു കാപ്പി എടുക്കട്ടെ, അതിന് നല്ല ഇച്ചിരി മധുരം ഇട്ടിട്ട് കാപ്പി ഇടും. ഇങ്ങനെ കുടിക്കുമ്പോഴത്തേക്ക് നീ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള ബന്ധം. അപ്പം നേരത്തെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു ഈ കുടുംബത്തിൽ വലിയ പ്രകടനമൊന്നും ഇല്ലാത്തുള്ളൊരു ബന്ധം. രാജൻ ചേട്ടൻ്റെ പാട്ടുകളെ പറ്റി പറയുമ്പോൾ വേണുചേട്ടൻ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാടി പാട്ടുകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. മണ്ണോടു മണ്ണായ മോഹഭംഗങ്ങളെ ചെന്നു തൊഴുന്ന യുഗശ്മശാനങ്ങളിൽ സത്യധർമ്മങ്ങൾ മുറിവേറ്റു വീഴുന്നു
യുദ്ധപ്പറമ്പിലെ ഈശ്വരശയ്യയിൽ, ഈശ്വരശയ്യയിൽ, ഈശ്വരശയ്യയിൽ ശാരികേ ശാരികേ സിന്ധുഗംഗാ നദീതീരം വളർത്തിയ ഗന്ധർവഗായികേ.